പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. ബിസിനസ് സ്റ്റഡീസിന്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. മനുഷ്യ പ്രവർത്തനങ്ങൾ ബിസിനസ്സായും എംപ്ലോയ്മെന്റായും പ്രൊഫഷനായും വേർതിരിച്ച കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അങ്ങോട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോവാണ്. ബിസിനസ് എന്ന വാക്ക് ബിസി എന്ന വാക്കിൽ നിന്നാണ് വന്നത് എന്ന് നമ്മൾ കണ്ടു. നമ്മളൊരു ബിസിനസ് പ്ലേസിൽ പോയാൽ എല്ലാ കാര്യത്തിലും തിരക്ക് പിടിച്ച ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ബിസി എന്ന വാക്കിൽ നിന്നാണ് ബിസിനസ് വന്നത്. ഈ ഒരു വീഡിയോയിലൂടെ ബിസിനസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് പോകാം. പുരാതന കാലം മുതൽ ബിസിനസിന്റെ ആ ഒരു വളർച്ച നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഭാരതത്തിലെ ബിസിനസിന്റെ ആവിർഭാവവും അതിന്റെ വളർച്ചയും നമുക്ക് മനസ്സിലാക്കാം. The economic and commercial evolution of any land depends upon its physical environment. ഏതൊരു രാജ്യത്തിൻ്റെയും സാമ്പത്തിക വാണിജ്യ വളർച്ച ആ രാജ്യത്തിൻ്റെ ഭൗതിക പരിസ്ഥിതിക്ക് അനുസരിച്ചായിരിക്കും. ഒരു ഭാഗത്ത് ഹിമാലയവും മറ്റെല്ലാ ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട നമ്മുടെ ഭാരതത്തിന് ബിസിനസിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുകൂലമായ പരിസ്ഥിതി ആയിരുന്നു. പുരാതന കാലത്ത് യൂറോപ്പും ഈജിപ്തും അറേബ്യയും പേർഷ്യയും ഇന്ത്യയും ചൈനയുമായുള്ള വ്യാപാര ബന്ധം സഹായിക്കുന്ന സിൽക്ക് റൂട്ടിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇന്ത്യയുടെ തീരങ്ങളിലൂടെ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കച്ചവടത്തിൻ്റെ വളർച്ചയ്ക്ക് അതിന് ആക്കം കൂട്ടി. പിൽക്കാലത്ത് ഈ റൂട്ടിലൂടെ വിവിധ രാജവംശങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യയുടെ സ്പൈസ് പോലുള്ള സമ്പത്തുക്കൾ വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഈ റൂട്ട് പിന്നീട് സ്പൈസ് റൂട്ട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. പുരാവസ്തു തെളിവുകളിൽ ഭാരതത്തിൻ്റെ കച്ചവടങ്ങൾ കാണിക്കുന്ന രേഖകൾ മോഹൻജൊദാരോവിൻ്റെയും ഹാരപ്പയിൽ നിന്നും കുഴിച്ചെടുത്ത അവശിഷ്ടങ്ങളിൽ കണ്ടെത്തി. ഈ നാഗരികതയ്ക്ക് മെസൊപ്പൊട്ടേമിയൻ നാഗരികതയുമായി ഉള്ള ബന്ധം കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോൾഡ്, സിൽവർ, കോപ്പർ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നിന്നും മെസൊപ്പൊട്ടേമിയയിലേക്ക് കൊണ്ടുപോയതായുള്ള തെളിവുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അളവ് തൂക്കങ്ങൾ വന്നതിൻ്റെ ഭാഗമായി നാണയത്തിൻ്റെ ആവിർഭാവം പഴയ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന ബാർട്ടർ സമ്പ്രദായം മാറുകയും ചരക്ക് സേവന ക്രയവിക്രയം സുഗമമാക്കുകയും ചെയ്തു. ബിസിനസ് വളർച്ചയിൽ വളരെയേറെ പങ്കുവഹിച്ചവരാണ് ഇൻഡിജിനസ് ബാങ്കേഴ്സ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന പലതരത്തിലുള്ള ബാങ്ക് ഇടപാട് ചെയ്യുന്ന ആൾക്കാർ. പണ്ടുകാലത്ത് ഒരു ബെഞ്ചിലിരുന്നു കൊണ്ട് ആവശ്യക്കാർക്ക് പണം നൽകുന്ന പ്രോസസ്സായിരുന്നു ബാങ്ക്. എല്ലാ നാട്ടിലും സാമ്പത്തികപരമായ ഇത്തരം ഇടപാട് നടത്തുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ഇവരുടെ സഹായം തീർച്ചയായിട്ടും ബിസിനസ് വളർച്ചയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടായി. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചിട്ടി പോലുള്ള കാര്യങ്ങൾ, ഹുണ്ടി പോലുള്ള കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് ബിസിനസ് വളർച്ചയ്ക്ക് വളരെ നന്നായിട്ട് സഹായിച്ചു എന്ന് നമുക്ക് പറയാം. ബിസിനസ് വളർച്ചയിൽ മധ്യവർത്തികളുടെ റോള് വളരെ വലുതാണ്. മധ്യവർത്തികളായുള്ള ആൾക്കാർ, അതായത് സാധനം ഉണ്ടാക്കുന്നവരെയും സാധനം ഉപയോഗിക്കുന്നവരെയും ബന്ധിപ്പിക്കുന്ന മധ്യവർത്തികളായിട്ടുള്ള പലതരം ആൾക്കാരുടെ റോള് ബിസിനസിന്റെ വളർച്ചയ്ക്ക് വളരെയേറെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ബിസിനസ് വളർച്ചയ്ക്ക് സഹായിച്ച മറ്റൊരു ഘടകമാണ് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗതാഗതം സാധ്യമാക്കണം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ചലനം സാധ്യമാക്കണം.
അങ്ങനെ സാധ്യമാകണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ ആവശ്യമാണ്. നേരത്തെയുള്ള നമ്മുടെ ഗതാഗതം എന്ന് പറയുന്നത് കരമാർഗത്തിലൂടെയും കടൽ മാർഗത്തിലൂടെയുമുള്ള ഗതാഗതമായിരുന്നു. ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക് പല വിദേശീയരും വന്നത് കടൽ മാർഗവും കരമാർഗവുമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് എയർവേസിന്റെ ആവിർഭാവത്തോടു കൂടി ബിസിനസ് വളർച്ച ത്വരിതഗതിയിലായി എന്ന് നമുക്ക് പറയാം. പല നാടുകളിലും ബിസിനസ് ഫോക്കസ് ചെയ്തുകൊണ്ട് ബിസിനസ് പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റ് കൂടി ഉണ്ടായി എന്ന് നമുക്ക് പറയാം. ഡെവലപ്മെന്റ് ഓഫ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് ഇൻ ഡിഫറെന്റ് റീജിയൻസ്. ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്കിതിനെ കാണാൻ വേണ്ടി കഴിയും. പഞ്ചാബി, മുൾട്ടാനി, ഭട്ട്, മഹാജൻ എന്നീ കമ്മ്യൂണിറ്റി ഇതിന് ഒരു ഉദാഹരണം മാത്രം. പണ്ടുകാലത്ത് വിവിധ പട്ടണങ്ങൾ, ടൗണുകളൊക്കെ ഡെവലപ്പ് ചെയ്തത് ഗതാഗതത്തിന്റെ അടിസ്ഥാനത്തിലും പിന്നീട് അങ്ങോട്ട് അത് ട്രേഡ് സെന്റേഴ്സ് ആയിട്ട് വളർന്നു എന്ന് നമുക്ക് പറയാം. വാണിജ്യ മേഖലയായി മാറിയിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളും. ഇന്ത്യയിലെ, ഭാരതത്തിലെ ട്രേഡ് സെന്റേഴ്സ്, ഭാരതത്തിൽ പുരാതന കാലം മുതൽ തന്നെ ഒട്ടനവധി ട്രേഡ് സെന്റേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ വാണിജ്യ നഗരങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ചില വാണിജ്യ നഗരങ്ങളെ പരിചയപ്പെടാം. പാടലിപുത്ര, also known as Patna, it was not only a commercial town but also major center for export of stones. പാടലിപുത്ര, ഇന്ന് പട്ന എന്നറിയപ്പെടുന്ന സ്ഥലം ഒരു കൊമേഴ്ഷ്യൽ ടൗൺ മാത്രമായിരുന്നില്ല, കൂടാതെ വിലപിടിപ്പുള്ള കല്ലുകളുടെ കയറ്റുമതി കേന്ദ്രം കൂടി ആയിരുന്നു. പെഷവാർ, it was an important exporting center of wool and for the import of horses. It had transaction with China and Rome in the 1st century AD. AD ആദ്യ സെഞ്ചുറിയിൽ ചൈന, റോം പോലുള്ള രാജ്യങ്ങളുമായി കച്ചവട ബന്ധമുള്ള സ്ഥലമാണ് പെഷവാർ. കമ്പിളി വസ്ത്രങ്ങളും കുതിരകളെയും കച്ചവടം ചെയ്യുന്നതിന് ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നു. തക്ഷശില, it served as a major center on the important land route between India and Central Asia. It was also a city of financial and commercial banks. ഇന്ത്യയും സെൻട്രൽ ഏഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൻ്റെ പ്രധാന ലാൻഡ് റൂട്ടായിരുന്നു തക്ഷശില. ഇന്ദ്രപ്രസ്ഥ, it was a commercial junction on the Royal Road where most routes leading to east, west, south and north. ഇന്ത്യയുടെ 4 ഭാഗങ്ങളിലേക്ക് വ്യാപാര ബന്ധത്തിലേർപ്പെടാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ ജംഗ്ഷനായിരുന്നു ഇന്ദ്രപ്രസ്ഥ. മധുര, it was an emporium of trade and people here subsisted on commerce. വ്യാപാരത്തിന് പറ്റിയ ഏറ്റവും നല്ല സ്ഥലമായിരുന്നു മധുര. ഒപ്പം എല്ലാ ആൾക്കാരും ബിസിനസ് ഇഷ്ടപ്പെടുന്നവരും ആയിരുന്നു. വാരണസി, പുണ്യ പുരാതന നഗരമായ വാരണസി പിന്നീട് ഭംഗിയുള്ള സിൽക്ക് ക്ലോത്തിൻ്റെ, സാൻഡൽവുഡിൻ്റെ നഗരമായി മാറി. വാരണസി, എ മേജർ സെൻറ്റർ ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആൻഡ് ബിക്കം ഫേമസ് ഫോർ ബ്യൂട്ടിഫുൾ ഗോൾഡ് സിൽക്ക് ക്ലോത്ത്. മിഥില, the traders of Mithila crossed the seas by boat through the Bay of Bengal to the South China Sea and traded at port on the island of Java, Sumatra and Borneo. ഉജ്ജയിൻ, പലതരത്തിലുള്ള തുണി വസ്ത്രങ്ങൾ എക്സ്പോർട്ട് ചെയ്ത ഈ നഗരം തക്ഷശില, പെഷവാർ പോലുള്ള നഗരങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള സ്ഥലമായിരുന്നു. സൂറത്ത്, ഗുജറാത്തിലെ
ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ വാണിജ്യ നഗരം. മുഗൾ കാലത്ത് ഏറ്റവും പ്രൗഢിയേറിയ ട്രേഡ് സെൻറ്റർ ആയിരുന്നു. കാഞ്ചി, today known as Kanchipuram. It was here that the Chinese used to come in foreign ship to purchase pearls, glass, rare stones, and return they sold gold and silk. Madura, it was the capital of Pandyas and controlled the pearl fisheries of the Gulf of Mannar. It attracted foreign merchants, particularly Romans, for carrying out overseas trade. Braj, the greatest seat of commerce in western India, it was situated on the banks of river Narmada. Kaveri Patta, also known as Kaveri Pattanam, it was scientific in its construction as a city and provided loading and unloading of strong facilities of merchandise. Tamra Lipti, it was one of the greatest ports connected both by sea and land with the west and the far east. After independence, India began to re-industrialize എന്ന് നമുക്ക് പറയാം. ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിലെ വ്യവസായ വാണിജ്യ പ്രവർത്തനങ്ങൾക്ക്, ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് ഒട്ടനവധി മാറ്റങ്ങൾ വന്നു. ഇന്ത്യ വ്യവസായ വാണിജ്യപരമായ കാര്യങ്ങളിൽ നല്ലൊരു വികസനത്തിന്റെ കുതിപ്പിലേക്ക് വന്നു. തീർച്ചയായും ഒട്ടനവധി മാറ്റങ്ങൾ ഇന്ത്യൻ വ്യവസായ രംഗത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. Indian economy is one of the fastest growing economies in the world today and a preferred FDI destination. Government of India enhanced different projects such as Make in India, Skill India, Digital India, etc. so that through such trade policies our country is flourishing. Let us hope a great development and boom in the Indian business. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിലൂടെ ബിസിനസിന്റെ ചരിത്രം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അങ്ങോട്ട് ആ ചരിത്രത്തിലൂടെ നമുക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്കറിയാം, പ്രസന്റ് ഈസ് ദ റിസൾട്ട് ഓഫ് പാസ്റ്റ്. ഫ്യൂച്ചർ വിൽ ബി ദ റിസൾട്ട് ഓഫ് പ്രസന്റ്. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ബിസിനസിന്റെയും ആവിർഭാവം അത് തുടങ്ങിയത് പുരാതന കാലം മുതലാണ്. ഇനിയങ്ങോട്ടുള്ള ബിസിനസിന്റെ വളർച്ച തീരുമാനിക്കുന്നത് നമ്മുടെ ഈ കാലത്തിന്റെ പ്രവർത്തനവുമാണ്. തീർച്ചയായും ബിസിനസിനെ കുറിച്ച് നമുക്ക് ഇനിയും കൂടുതൽ അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം. താങ്ക് യു.